തൃശൂർ DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിനെതിരെ നേതൃത്വത്തിൽ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് മുൻ വനിതാ നേതാവ് പാർട്ടി നേതൃത്വത്തിനോട് പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ലെന്നും യുവതിയുടെ ശബ്ദ സന്ദേശം. അതേസമയം പരാതി വ്യാജമാണെന്ന് ശോഭ സുബിൻ പ്രതികരിച്ചു. ശരത് തോങ്ങുലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, നിലവിൽ തൃശൂർ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭ സുബിൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്റെ സഹപ്രവർത്തകയുടെ ഇത്തരത്തിൽ അശ്ലീല വീഡിയോ നിർമ്മിച്ച് അത് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ മുൻ സഹപ്രവർത്തക തന്നെ രംഗത്ത് വന്നത്. ഇതിനകത്ത് അവരുടെ ഒരു ശബ്ദ സന്ദേശമാണ് നമ്മൾ രാവിലെ തൊട്ട് കേൾക്കുന്നത്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, പാർട്ടിയുടെ വിവിധ തലത്തിലുള്ള നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും പാർട്ടി ഒരിക്കൽ പോലും ശോഭ സുബിനെ തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കുകയോ ശോഭ സുബിനെതിരെ അച്ചടക്ക നടപടി എടുക്കുകയോ ചെയ്തില്ല. മറിച്ച് ശോഭ സുബിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് നേതൃത്വങ്ങൾ സ്വീകരിച്ചത്. മാറി മാറി വന്ന മൂന്ന് KPCC പ്രസിഡന്റുമാരോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി പറഞ്ഞു. എന്നാൽ ആ പരാതിക്കകത്ത് ഒരു രീതിയിലുള്ള നടപടിയും ആരും തന്നെ എടുത്തിട്ടില്ല എന്ന് ആ യുവതിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ ശോഭ സുബിൻ ഈ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് നാട് വിട്ടു പോകേണ്ട സാഹചര്യത്തിലാണ് താൻ ഉള്ളതെന്നും നാട് വിട്ടതിനെ തുടർന്ന് 3 കൊല്ലമായിട്ട് വിദേശത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ വിശ്വസിക്കുന്ന പാർട്ടിയും പാർട്ടി നേതാക്കളും തന്നെ ഇതിൽ സംരക്ഷിച്ചില്ല, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ഒരു രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്ന് ആ യുവതി വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. KPC പ്രസിഡന്റ് ആദ്യത്തെ KPC പ്രസിഡന്റ് കൊടുത്തു, അത് കഴിഞ്ഞ് പുതിയ KPC പ്രസിഡന്റ് കൊടുത്തു, തൃശ്ശൂര് മാറി വന്ന 3 DCC പ്രസിഡന്റുമാർക്ക് കൊടുത്തു. ഒക്കെ ഉണ്ടാവും നമ്മളിത് എല്ലാം ചെയ്യും എന്ന് പറയല് മാത്രമല്ല, വേറെ ഒന്നുമില്ല. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എന്നൊരു നിലപാടാണ് DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശോഭ സുബിൻ ഇന്ന് സ്വീകരിച്ചത്, അല്ലെങ്കിൽ ശോഭ സുബിൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. സെക്രട്ടറി ആയിരുന്ന യുവതി ഒരു പരാതി കൊടുക്കുകയും ഞാനും 2 സഹപ്രവർത്തകരും കൂടി അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യാജ പരാതി മതിലകം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. അന്ന് തന്നെ ഈ കേസ് വ്യാജമാണെന്നും ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ കേരളത്തിൻ്റെ DGPക്ക് അന്നേ ദിവസം തന്നെ ഇമെയിൽ ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശോഭ സുബിൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ക്രൈം ബ്രാഞ്ച് ഇത്തരത്തിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുകയും കോടതി തള്ളിക്കളയുകയും ചെയ്ത ഒരു കേസാണ് ഇതെന്ന് പറഞ്ഞു. എന്നാൽ അതിനകത്ത് വളരെ കൃത്യമായി തന്നെ വ്യക്തത വരുത്താനും ഈ യുവതി തയ്യാറാകുന്നു. ഈ യുവതി പറയുന്നത് ഇങ്ങനെയാണ്, ഇത്തരത്തിൽ 3 മാസം, അതായത് 2022 മതിലകം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസ് 3 മാസത്തിനുള്ളിൽ ക്രൈം ബ്രാഞ്ചിലേക്ക് എത്തിച്ചത് ഇത്തരത്തിൽ ശോഭ സുബിൻ്റെ സ്വാധീനമാണ്. ശോഭ സുബിൻ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ അന്വേഷണം എത്തിച്ചതെന്ന് ആ യുവതി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് കൈകഴുകുന്നുണ്ട് പ്രസ് മീറ്റിലൂടെ. അത്രയ്ക്കധികം ധൈര്യമുള്ള ഒരാളല്ലേ, അത്രയ്ക്കധികം കോൺഫിഡൻസോട് കൂടിയായിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അത്ര ധൈര്യപൂർവ്വം അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അത്തരം ഒരാൾക്കൊരു കേസ് ഒരു പെണ്ണ്, ഒന്നുമല്ലാത്തൊരു പെണ്ണ് കൊടുത്തൊരു കേസ് അട്ടിമറിക്കാനാണോ അയാൾക്ക് ബുദ്ധിമുട്ട്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലും ക്രൈംബ്രാഞ്ച് തന്റെ ഒരു മൊഴി രേഖപ്പെടുത്താൻ പോലും തയ്യാറായിട്ടില്ല എന്നും യുവതി പറയുന്നു. അസിത.